ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന പൈതൽ മലയുടെ മുന്നിലാണ്. ഇവിടുത്തെ ഈ അറ്റ്മോസ്ഫിയറും ഈ തണുത്ത ക്ലൈമറ്റും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസാണ്. ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ പറയുന്നില്ലേ, അത് തന്നെ. കടൽ നിരപ്പിൽ നിന്ന് 4500 അടി ഉയരത്തിലായി 4124 ഏക്കറോളം വിസ്തൃതിയിലാണ് പൈതൽ മല പരന്നുകിടക്കുന്നത്. നിബിഡ വനങ്ങളാണ് മലമുകളിൽ ഉള്ളത്. പൈതൽ മലയ്ക്ക് 2 കിലോമീറ്റർ വടക്കാണ് കുടക് വനങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. കട്ടി കൂടിയ കോടമഞ്ഞാൽ സമൃദ്ധമാണിവിടം. ഇവിടെ അപൂർവമായ ധാരാളം പച്ചമരുന്നുകൾ കാണപ്പെടുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് റെയിൽവേ റീപ്പർ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന വയന എന്ന മരവും ഇവിടെ കാണപ്പെടുന്നു. വളവില്ലാതെ നീണ്ടു നിവർന്നതാണ് ഇതിൻ്റെ തടി. ഒരു ഔഷധച്ചെടിയായ അങ്കര എന്ന ചെടിയും ഇവിടെ ധാരാളമായുണ്ട്. തൊട്ടുകഴിഞ്ഞാൽ ചൊറിച്ചിൽ, ശരീരവേദന, കടുത്ത പനി എന്നിവ ഉണ്ടാക്കാവുന്ന ഈ ചെടിയുടെ സമ്പർക്കം ആനകൾ പോലും ഒഴിവാക്കാറുണ്ട്. അങ്കര ആക്കല്ലെ എന്നൊരു നാടൻ ശൈലിയും ഈ പ്രദേശത്ത് പ്രചാരത്തിലുണ്ട്. ഇവയ്ക്ക് പുറമെ ആയിരക്കണക്കിന് ഔഷധ സസ്യങ്ങളും ഇവിടെയുണ്ട്. 500 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു അമ്പലത്തറ ഇവിടെയുണ്ട്. പൈതൽ മല എന്ന് പറയുമ്പോൾ ഏകദേശം 500 വർഷത്തെ ചരിത്രമുറങ്ങുന്ന ഒരു മണ്ണാണ്. ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് ഏഴിമല ആസ്ഥാനമായിട്ട് താമസിച്ചിരുന്ന മൂഷക രാജവംശത്തിലെ ലാസ്റ്റത്തെ രാജാവായിരുന്ന വൈതൽക്കോൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് വനവാസം ചെയ്ത മലയാണ് ഈ മല. അതുകൊണ്ട് തന്നെ ഈ മല റിക്കാർഡിക്കലായി 2 പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഒന്നാമതായി തന്നെ വൈതൽ മല എന്നും രണ്ടാമതായിട്ട് പൈതൽ മല എന്നും. വൈതൽ മല എന്നറിയപ്പെടാൻ കാരണം വൈതൽക്കോൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് വനവാസം ചെയ്ത മലയായതുകൊണ്ട് രാജാവിൻ്റെ പേരിനോട് ചേർത്ത് ഈ മലയെ വൈതൽ മല എന്ന് വിളിച്ചു പോന്നു. പിൽക്കാലത്ത് നമ്മളെ ഈ മലയോട് ചേർന്ന് ഇതിൻ്റെ കിഴക്ക് വടക്ക് അതിർത്തിയിൽ പങ്കിടുന്ന കർണാടക സ്റ്റേറ്റ് കുടക് ഡിസ്ട്രിക്റ്റിൻ്റെ കൂർഗ് മലനിരകളാണ്. അപ്പോൾ ഈ കൂർഗ് മലനിരകൾ എന്ന് പറയുമ്പോൾ സമുദ്രനിരപ്പിൽ ഏകദേശം ഒരു 5000 അടി 6000 അടിക്ക് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ്. അപ്പം വലിയ മലനിരകളോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു മലയാണ് നമ്മളുടെ മല. അതുകൊണ്ട് ഇതിനെ പൈതൽ മല എന്ന് വിളിച്ചു പോകുന്നു. ബ്രിട്ടീഷുകാർ തങ്ങളുടെ തന്ത്രപ്രധാനമായ സ്ഥലമായും വേനൽക്കാല വസതിയായും ചുറ്റുമുള്ള സ്ഥലങ്ങൾ നിരീക്ഷിക്കാനും പൈതൽമല ഉപയോഗിച്ചിരുന്നു. ബ്രിട്ടീഷുകാർ തങ്ങളുടെ നീലഗിരി, ഗൂഡല്ലൂർ സന്ദർശനങ്ങൾ പോലെ പൈതൽ മലയുടെ തണുത്ത കാലാവസ്ഥയും മലമുകളിലെ കാഴ്ചകളും പ്രയോജനപ്പെടുത്തിയിരുന്നു. ഈ വനത്തിൽ വൈതൽക്കോൻ രാജാവ് പണ്ട് വനവാസം നടത്തിയ സ്ഥലത്ത് ഇപ്പോഴും ആ പഴയ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ സാധിക്കും. പൈതൽ മലക്ക് പണ്ട് മുതൽക്കേ കുടക് രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രാധാന്യം ഉണ്ട്. ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടും എന്ന് പറയുന്നത് ശരിയാണ്. ഇവിടെ വന്ന് തണുത്ത കാറ്റും കൊണ്ട് കാഴ്ചകളും കണ്ട് ചായയൊക്കെ കുടിച്ചിരിക്കാൻ എന്തൊരു രസമാണ്. ഇതൊക്കെയാണ് ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ പറയുന്നു.